നോക്കിയതാണ്. എങ്ങനെയോ ഒരു ടൈമില് ഡിസ്ക് ബൾജിന്റെ പ്രശ്നം വന്ന് അങ്ങനെ ഞങ്ങള് ഒരുപാട് ഹോസ്പിറ്റലിലും പിന്നെ തിരുമല് മരുന്ന് വെച്ച് കെട്ടല് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് മാറി മാറിപ്പോയി. അത് വെച്ചാൽ ഒരു ദിവസം 1000 രൂപയാണ് വെച്ച് കെട്ടി വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കൊടുത്ത് അതുപോലെ പല സ്ഥലങ്ങളില് പിന്നെ ഫിസിയോതെറാപ്പി, അക്കുപഞ്ചർ ഇതെല്ലാം പോയി. ഹോസ്പിറ്റലിൽ ചെല്ലുന്നപ്പോ ഒരു കുഴപ്പമില്ല, അത് പോയി ബിരിയാണിയുടെ വർക്ക് ചെയ്തോളൂ എന്നും പറഞ്ഞവര് മരുന്നൊന്നും തരാതെ വിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ 2.5 വർഷം വരെ നമ്മൾ ഈ അസുഖവും വെച്ചിട്ട് വേദനയും വെച്ചിട്ട് എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റലിലും പിന്നെ ഈ തിരുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ പോയി വന്ന് വരുമ്പോഴാണ് വിദ്യാമ്മയുടെ ഞങ്ങളുടെ ഒരു ബന്ധു വഴി ഇവിടെ വന്നത്. എന്റെ വീട്ടില് ഈ എന്തോ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ഈ പ്രൊഡക്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തി. അപ്പൊ വിദ്യാമാഡം വന്ന് സംസാരിച്ച്, അപ്പോ വിദ്യാമാഡം പറഞ്ഞു ഇത് മരുന്നല്ല ഫുഡാണ്, കഴിച്ചു നോക്ക് മാറും എന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പം ഞങ്ങളത് ഞാനത് കൊടുക്കാം എന്ന് ഞാൻ ഏറ്റെടുത്ത് വിദ്യാമാഡം ആദ്യമായിട്ട് ചാമ്പിത്തൈലവും നോവേദന ജെല്ലുമാണ് കൊടുത്തു വിട്ടത്. അത് പുരട്ടി കഴിഞ്ഞപ്പോ പിന്നെ എന്നിട്ടും കുറവില്ല. പിന്നെ അതിന്റെ പ്രൊഡക്റ്റുകൾ ഉള്ളിലേക്ക് കഴിക്കണോന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊഡക്റ്റ് കഴിച്ചു തുടങ്ങി. പ്രൊഡക്റ്റ് എല്ലാം നോവേദന ക്യാപ്സൂള്, നാൻസിയം, പിന്നെ ബ്ലഡ് പ്യൂരിഫയർ 95, പിന്നെ വെൽഹാർട്ട്, മുരിങ്ങ, അതുപോലെ എല്ലാ സ്ത്രീകൾ കഴിക്കാവുന്ന പ്രൊഡക്റ്റ് ഒഴിച്ച് ഞാൻ അത്രയും പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഒരു 10-15 പ്രൊഡക്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താന്ന് വെച്ചാല് നമ്മളത് കഴിഞ്ഞ് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് യൂറിക് ആസിഡ് ഉണ്ട്, ബ്ലഡ് കുറവ്, പിന്നെ തൈറോയിഡ്, ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന് നമ്മൾ അറിയണത്. അങ്ങനെ ഓരോന്നിനും നമ്മള് കൊടുത്ത് തൈ ഹെൽത്ത് കൊടുത്തു, അതുപോലെ സ്പൈറലിന ഗോൾഡ് ഓരോന്ന് കൊടുത്ത് ഈ യൂറിക് ആസിഡും പിന്നെ തൈറോയിഡും എല്ലാം നോർമലായി. പക്ഷെ വേദനക്ക് ഒരു കുറവും കിട്ടണില്ലായിരുന്നു. വേദനയുണ്ട്, ആ കാലിന്റെ വലിച്ചിലും ഒരു വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ രാവിലെയും രാത്രി കിടക്കുമ്പോഴും ഈ ഞരമ്പ് പിടിച്ച് വലിച്ചിട്ട് കോച്ചി വലിച്ച് നിൽക്കുമായിരുന്നു. അപ്പം പിന്നെ രാവിലെ വെളുപ്പിനെ എണീക്കുമ്പോഴും കുനിഞ്ഞ് നിന്ന് കോച്ചി വലിച്ചു നിന്നിട്ടാണ് കുറെ ടൈം എടുത്താണ് ആള് നിവർന്നൊന്ന് വന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി. അത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ ശരിക്കും എനിക്ക് പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം രാവിലെ എണീക്കുമ്പോ ഈ ഇങ്ങനെ കോച്ചി നിൽക്കണ ആ ഒരു അനുഭവം അത് അല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാൻ കണ്ണടച്ചിട്ട് വിരലിന്റെ ഇടയിലേക്ക് കൂടെ നോക്കും എങ്ങനെയാണ് നിവരണം. അത്രയും നമ്മള് ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് വിദ്യാമാഡത്തിന് അത് ഒരു കുറവുമില്ല, അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മള് പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ വിദ്യാമാഡം വിളിച്ചു പറഞ്ഞു 3 ലിറ്റർ വെള്ളം നിങ്ങള് കറക്റ്റായിട്ട് കുടിക്കണം, പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 3 ലിറ്റർ വെള്ളം കറക്റ്റായിട്ട് കുടിപ്പിക്കുകയും പ്രൊഡക്റ്റ് കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വരുന്നോണ്ടിരുന്നപ്പോഴേക്കും ഈ വേദന എന്നിട്ടും വേദന കുറയണില്ല. അവസാനം ഞാൻ എന്നും വിളിച്ച് വിദ്യാമാഡത്തിനെ വിളിച്ച് പറയും, ഇവിടെ ഉമ്മയും ഇക്കയുടെ ഉമ്മയുണ്ട്, ഉമ്മയും ഇക്കയും പറയും ഇത് ഫുഡല്ലേ മരുന്നല്ലല്ലോ, പിന്നെ എനിക്ക് ഇത് തന്നാ ഇങ്ങനെ മാറണം, മരുന്ന് തന്നാലല്ലേ രോഗത്തിന് മാറ്റം വരുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇത് നമ്മുടെ ശരീരത്തിലെ മൂലകങ്ങളെ കുറവുകളെ നിർത്തണ ഫുഡ് ഇതാണ്, ഇത് കഴിച്ചാലാണ് നമ്മുടെ അസുഖങ്ങള് മാറുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു എന്നോട്. അപ്പം ഞാൻ എന്നിട്ട് മാഡത്തിനെ വിളിച്ചെന്നും കരച്ചിലാണ്. അതുപോലെ ബിനോയ് സാറ് വരുമ്പോഴും ഭയങ്കര, അദ്ദേഹം വരുമ്പോ ബിനോയ് സാറ് വരുമ്പോ നല്ല രീതിയിലൊക്കെ പുള്ളി സംസാരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ പുള്ളിക്കാരൻ പോയി കഴിയുമ്പോ ബിനോയ് സാറ് പോയി കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് പറയും ഇത് കഴിച്ചിട്ടൊരു കുറവില്ലല്ലോ അങ്ങനെ. പിന്നെ വിദ്യാമാഡം തന്ന ഉറപ്പാണ്
ആ ഒരു ഉറപ്പിന്മേല് ഞാൻ പിടിച്ചു നിന്ന്. എന്റെ ഒരു വിശ്വാസം, അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാല്. എന്റെ ഒരു വിശ്വാസം എന്തോ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എന്റെ മനസ്സിൽ കിട്ടി. അങ്ങനെ ഞാനത് നിർബന്ധിച്ച് വെള്ളവും പ്രൊഡക്റ്റും കറക്റ്റായിട്ട് കഴിപ്പിച്ച് 4 മാസം, കറക്റ്റ് 4 മാസം കഴിഞ്ഞപ്പോ, വിദ്യമാഡം പറഞ്ഞത് കറക്റ്റാണ്, ആ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും വേദന ഒന്ന് കുറഞ്ഞു തുടങ്ങി. വേദന കുറഞ്ഞു തുടങ്ങിയപ്പോ വളരെയധികം എനിക്ക് സമാധാനം കിട്ടി. എന്നുവെച്ചാൽ പിന്നെ പ്രശ്നങ്ങളില്ല. എന്ന് വെച്ചാൽ വേദന കുറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ സമാധാനമാണല്ലോ. വിദ്യാഭ്യാസത്തിന് ഞാൻ വിളിച്ച വേദന കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഇന്ന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, വേദനയൊക്കെ മാറി, ആള് നന്നായിട്ട് നടക്കണ്, പിന്നെ ബിരിയാണിയുടെ വർക്ക് ചെയ്യണ്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചെറിയ ചെറിയ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു നീർക്കെട്ട് ഉണ്ടാകും. അത് നമ്മള് ചാമ്പിത്തൈലവും ജെല്ലും എല്ലാം തേച്ച് അത് വളരെ പെട്ടെന്ന് തന്നെ മാറും. അത് അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. സന്തോഷമുണ്ട് ഇപ്പോ. അതുപോലെ ഞാൻ പിന്നെ പുറത്ത് കൊടുത്ത റിസൾട്ടുകളാണ് അത്. ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് ഒരു അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് എന്താണ് അസുഖം എന്നുള്ളത് ഡോക്ടർമാര് പോലും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. നമ്മള് വിദ്യാമാഡം ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിനെ കാണാൻ വന്നിട്ട് പോയ സമയത്ത് അവരുടെ വീടിന്റെ അതിലാണ് നമ്മൾ പോയത്. അന്നേരം അവരുടെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് മാഡം, ഒന്ന് നമുക്ക് സംസാരിച്ച് നോക്കാം, എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹത്തിന് വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അവിടെ കയറി അവരായിട്ട് സംസാരിച്ചു. അപ്പൊ മക്കളോട് സംസാരിച്ച് അവർ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ ആലോചിച്ച് എന്നോട് പറഞ്ഞു ഞങ്ങൾ കഴിക്കാം. എന്താന്ന് വെച്ചാൽ അവര് 2021 തുടങ്ങി ലിസി ഹോസ്പിറ്റലിൽ, എറണാകുളം ആശുപത്രിയിലെല്ലാം മാറി മാറി പോയിക്കൊണ്ടിരുന്നതാണ്. അവരൊന്നും അദ്ദേഹത്തിന് യാതൊരു ഇതും മരുന്നും കൊടുക്കണില്ല. എന്നുവെച്ചാൽ ഹെർണിയയുടെ പ്രശ്നം പറഞ്ഞാണ് ഇവർ പോണത്. അദ്ദേഹത്തിന് ഭയങ്കര വണ്ണമാണ്. ആ വണ്ണം കുറച്ചിട്ട് വാന്നും പറഞ്ഞാണ് ഇവര് വിടുന്നത്. അല്ലാതെ ഇവര് ഒരു മരുന്നും കൊടുക്കണില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും, വണ്ണം കുറയണില്ല. മരുന്ന് ഈ ഡോക്ടർമാരുടെ ചെല്ലുമ്പോ മരുന്ന് കൊടുക്കുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളിത് പറഞ്ഞത്. അവർക്കും എന്തോ ഒരു ഭാഗ്യം പോലെ ഇത് എടുക്കാൻ തോന്നി. അങ്ങനെ അവര് കഴിക്കാൻ തയ്യാറായി. അതാണ് നമ്മള് ഒരാളോട് പറയുമ്പോ അവര് അത് കഴിക്കാൻ തയ്യാറാവുന്നത് അവരുടെ നല്ല സമയങ്ങളിലാണ്. ഏറ്റവും നമ്മള് പ്രൊഡക്റ്റ് കൊടുത്തു തുടങ്ങി. ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പൊ ഇത് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എന്താണ് പ്രശ്നങ്ങൾ നമുക്ക് ഡോക്ടർമാർക്കും അറിയില്ല. നമ്മ ഹെർണിയ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ആദ്യം മുതലേ 95 വെൽഹാർട്ട് ഗുളിക, അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ, ഉണ്ടായിരുന്നു, പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു, അപ്പൊ തൈ ഹെൽത്ത്, പിന്നെ ആയുശ്വാസ്, കപ്നില്, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്ത് അതെല്ലാം അദ്ദേഹം കറക്റ്റായിട്ട് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം എങ്ങനെ ഇരുന്നേച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഭാഗത്ത് വെക്കുമല്ലോ, അപ്പൊ അന്നേരം ഒരു താട പോലെ ഉണ്ടാവുമല്ലോ. ആ താട പോലെയാണ് കഴുത്തിന്റെ ഭാഗം. എന്ന് വെച്ചാൽ കഴുത്തും താടിയൊന്നും കാണും, രണ്ടും തമ്മിൽ ഗ്യാപ്പില്ല. അത്രക്ക് ഇങ്ങനെ താട പോലെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ മുരിങ്ങയും ഇതെല്ലാം കഴിച്ചോടുകൂടെ അദ്ദേഹം ഒന്ന് ഒട്ടി, വണ്ണം കുറഞ്ഞ് നന്നായിട്ട് വണ്ണം കുറഞ്ഞ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഒരു ഭാഗത്ത് മുഴ പോലെ കണ്ടെത്തിയത്. മഴ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മള് പിന്നെ വിദ്യാമാഡത്തിനോട് വിളിച്ചു പറഞ്ഞ് വിദ്യാമാഡം വന്നു. അപ്പൊ വിദ്യാമാഡം പറഞ്ഞ് അത് എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇനി മഴയാണ്, അത് എന്താണെന്ന് അറിയാഞ്ഞാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് ലിസി ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ ചെന്നപ്പോ അവര് ഡോക്ടർ പറയണത് ഇത്ര നാള് നിങ്ങൾ ഈ മുഴയും വെച്ചിട്ട് ഇരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെയല്ലേ കയറി ഇറങ്ങി, എന്നിട്ട് ഇതുവരെയും ഈ മുഴയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇതില് സംസാരിച്ചു. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടെത്തിയത്, അന്നേരമാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പിന്നെ ബയോപ്സിക്ക് അയച്ചു.
ബയോപ്സിക്ക് അയച്ച് വന്നപ്പോഴേക്കും അത് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് വന്നു. ആ പിന്നെ അവര് പല ടെസ്റ്റിംഗ് ആയി. MRI, CT, പിന്നെ കഴുത്തിന് മുകളിലോട്ടുള്ള ടെസ്റ്റ്, കഴുത്തിന് താഴോട്ടുള്ള ടെസ്റ്റ് അല്ല, സ്കാനിങ്. അങ്ങനെ പല സ്കാനിങ്ങും അവര് നടത്തി. സിനിമയുടെ മികവാടിലോട്ടായി വന്നിട്ടാണ്. അവര് ഡോക്ടർ പിന്നെ എല്ലാം ബയോപ്സിക്ക് അയച്ച് തന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് അവരെല്ലാ സ്കാനിങ്ങും നടത്തി. പിന്നെ MRI, CT തന്നെ കഴുത്തിന് മുകളിലേക്ക് വേറെ, കഴുത്തിന് താഴോട്ട് വേറെ, അങ്ങനെ പല വിധത്തിൽ ചെയ്ത് അവർക്ക് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ച് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണില്ല. എറണാകുളം ആശുപത്രിയിൽ നിന്ന് അവര് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിട്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും അവർക്കും അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. പിന്നെ പുള്ളിക്കാരന് നമ്മുടെ ഈ ആശ്വാസം എല്ലാം കൊടുത്ത് പുള്ളിക്കാരന് ശ്വാസം മുട്ടും എല്ലാം മാറി, എല്ലാം നല്ല റിസൾട്ട് വന്നതാണ്. അതുകൊണ്ട് ഇവര് പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തു. കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കീമോ ചെയ്ത് എങ്കിലും ഈ ഇദ്ദേഹത്തിന് കീമോയുടേതായ യാതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും വലിയ നമ്മള് പറയേണ്ട കാര്യമാണ്. ഒരു കീമോ ചെയ്താൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഛർദില്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എണീറ്റ് നിൽക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അദ്ദേഹം 2 ദിവസം കഴിയുമ്പോൾ പണിക്ക് പോകും, ജോലിക്ക് പോകും. ഒരു കുഴപ്പമില്ലായിരുന്ന അത് വളരെ വലിയ റിസൾട്ടാണ്. നമ്മുടെ 95ഉം നമ്മുടെ പ്രോട്ടീൻ ക്യാൻസറിന്റെ ഇതുണ്ടെന്ന് അറിഞ്ഞതോടുകൂടെ നമ്മൾ പിന്നെ ന്യൂട്രലൈസും പ്രോട്ടീൻ പൗഡറും എല്ലാം ആഡ് ചെയ്ത് എല്ലാം ആദ്യം വേണ്ടുന്ന എല്ലാം നമ്മൾ പ്രൊഡക്റ്റുകളും കൊടുത്ത് അദ്ദേഹത്തിന് യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അത് വല്ലാത്തൊരു റിസൾട്ടാണ്, എടുത്തു പറയണത്. അത് കഴിഞ്ഞ് അവര് അവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് അവര് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. കളമശ്ശേരിയിൽ പറ്റില്ല എന്നും പറഞ്ഞിട്ട് കോട്ടയത്തേക്ക് വിട്ടു. അങ്ങനെ അവര് കോട്ടയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കഴിച്ചത് കൊണ്ടാണ് അവർക്ക് അത്രയും ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു വരെ കണ്ടുപിടിക്കാൻ പറ്റി. അതിന് വേണ്ടതായ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. കീമോ ചെയ്താലും നല്ലപോലെ കഴിക്കുകയും എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്ന. പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവര് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതപ്പോ അങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് ഇനി പറയാനുള്ളത്, ഞാൻ അലർജി പ്രശ്നത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അലർജി അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഈ എല്ലാത്തിലും അലർജിയാണ്. പൂച്ചപ്പൂട അങ്ങനെ എന്തോ, പിന്നെ ഭക്ഷണത്തിലും എല്ലാത്തിലും അലർജിയാണ്. ആന്റി അലർജി ഇതെല്ലാം കോമ്പിനേഷൻ അനുസരിച്ച് കൊടുത്ത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ക്യാപ്സൂൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കണായിരുന്നു. ആ മെഡിസിൻ എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് രാത്രിയാകുമ്പോൾ എണീറ്റ് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ആ അലർജിക്കുള്ള ആന്റി അലർജി ലിവാഗൈൻ അതെല്ലാം കൊടുത്ത് കഴിച്ച് അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത് കൂടാതെ നമ്മള് പിന്നെ കൊടുത്തിരിക്കുന്നത് കളമശ്ശേരിയിലെ ഒരു ഇത്താക്ക് ഞാൻ കൊടുത്തായിരുന്നു. ആ ഇത്താക്ക് മറ്റേ വെരിക്കോസ് ആയിരുന്നു. വെരിക്കോസ് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ ഭയങ്കരമായിട്ട് വെരിക്കോസ് വന്നു, ഞരമ്പ് വീർത്ത് അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ നിസ്കരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. താഴെ നിസ്കരിക്കാൻ പറ്റില്ല, കസേരയിൽ ഇരുന്നാണ് നിസ്കരിക്കണം. ഇത്തടെ ഹസ്ബൻഡ് ആണ് ആദ്യം, ഹസ്ബൻഡിന് വേണ്ടിയാണ് ആദ്യം എടുത്തത്. ഹസ്ബൻഡിന് മറ്റേ വയറില് ബാക്ടീരിയയുടെ വ്യത്യാസങ്ങൾ കൊണ്ടിട്ട് immuno3+ഉം പ്രോബയോട്ടിക്കും എന്തെങ്കിലും വാങ്ങി. അദ്ദേഹം അത് കഴിച്ച് നല്ല റിസൾട്ട് പറഞ്ഞ്. അപ്പൊ അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് യൂറിഫ്രഷ് ടാബ് കൊടുത്തായിരുന്നു. അപ്പൊ അദ്ദേഹം അത് കഴിക്കാൻ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ യൂറിഫ്രഷ് ടാബ് മാത്രം കഴിച്ചാൽ മതി നടത്ത ഡോക്ടർ കൊടുക്കണ ഗുളിക എല്ലാം നിർത്തി.
അപ്പൊ അങ്ങനെ നമ്മള് ഡോക്ടർ കൊടുക്കുന്ന ഗുളിക കഴിക്കണം, അതിന്റെ ഇടവേളകളിൽ കഴിക്കാനുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. അപ്പൊ അത് കൊണ്ട് അസുഖങ്ങൾ മാറി ഡോക്ടർ തന്നെ ഗുളിക നിർത്തും, അങ്ങനെയാണല്ലോ. അദ്ദേഹം അത് ചെയ്യാതെ നമ്മുടെ യൂറിൻ ഫ്ലഷ് മാത്രം കഴിച്ച് പിന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി പിന്നെയും അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ യൂറിൻ ഫ്ലഷ് ടാബ് അദ്ദേഹം നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ കഴിക്കാൻ ഞാൻ പറഞ്ഞത്, ഡോക്ടറുടെ ഗുളിക നിർത്താൻ ഞാൻ പറഞ്ഞില്ല, അത് ഡോക്ടർ തന്നെ നിർത്തും. അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ അദ്ദേഹം പിന്നെ ഡോക്ടറെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ യൂറിൻ ഫ്ലഷ് ടാബ് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ മുട്ടിന് വെരിക്കോസിന്റെ പ്രശ്നം, മുട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, വേദന എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അത് അപ്പൊ വൈഫിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അങ്ങനെ വൈഫിന് കൊടുത്തു. വൈഫിന് നമ്മളെ നോവേദന ക്യാപ്സൂള്, മുരിങ്ങ, ചാമ്പിത്തൈലം, ജെല്ല് ഇത്ര കൊടുത്തോളൂ. പിന്നെ ബ്ലഡ് പ്യൂരിഫയർ, വെരിക്കോസിനും ബ്ലഡ് പ്യൂരിഫയറും കൂടി കൊടുത്തു. അങ്ങനെ മുട്ട് ഇങ്ങനെ മടങ്ങാൻ ബുദ്ധിമുട്ടായി. നല്ലപോലെ അത് പരട്ടുകയും കഴിക്കുകയും ചെയ്തു. കഴിക്കലെന്ന് പറഞ്ഞാല് വെള്ളം കുടിക്കും, പക്ഷെ ഈ പ്രൊഡക്റ്റ് 1 മാസത്തേക്കുള്ള 2 മാസത്തേക്കാക്കിയേ കഴിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര വിലയാണെന്നും പറഞ്ഞാണ് അങ്ങനെ. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, നമ്മൾ കഴിക്കുമ്പോൾ കൃത്യമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ് കഴിപ്പിച്ച്. അപ്പൊ ഇത് പറഞ്ഞ് എനിക്കൊന്ന് താഴെ നിസ്കരിക്കണം, അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. ഇപ്പൊ അങ്ങനെ ഇത് കറക്റ്റായിട്ട് കഴിച്ച് ഇന്നിപ്പോ എന്നെ കാണുമ്പോൾ നീ ഇത് കാരണമാണ് എനിക്ക് ആ ഗുണം കിട്ടിയത്, ഞാൻ ഇന്ന് താഴെയാണ് നിസ്കരിക്കണം. നോമ്പ് മാസത്തില് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് രാത്രി, അതും ഒരുപാട് സമയം താഴെ നിസ്കരിക്കേണ്ട സമയം ഇതാണ്. അതെല്ലാം നിസ്കരിച്ച് ഇന്നും നല്ലപോലെ താഴെ നിസ്കരിക്കണം. ഇന്നും നീ കാരണം എനിക്ക് ആ ഗുണം കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷമാണ്. അവരും കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് വേറെ ഇവിടെ അടുത്തുള്ള വേറൊരു ചേച്ചിക്കാണ്. ആ ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതുപോലെ ഡിസ്ക് ബൾജും പ്രശ്നങ്ങളും അത് വേറെ ഉണ്ട്. പിന്നെ യൂറിൻ അറിയാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ യൂറിൻ പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ചേച്ചി അറിയില്ല അത് പോന്ന്. അത് നമ്മുടെ പ്രൊഡക്റ്റ് ആയ യൂറിൻ ഫ്ലഷ് ടാബ്, മാൻശക്തിമാൻ, പിന്നെ വെരിക്കോസ് ഉണ്ടായ ചേച്ചിക്ക്, ബ്ലഡ് പ്യൂരിഫയർ, ചാമ്പി, പിന്നെ നാൻസിയം, നോവേദന, ഇതൊക്കെ എല്ലാം കൊടുത്ത് ആ ചേച്ചിക്ക് ഈ യൂറിൻ പോണ ബുദ്ധിമുട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, ഇരിക്കുമ്പോ അങ്ങനെ യൂറിൻ അറിയാതെ പോണ ആ ഒരു ബുദ്ധിമുട്ട് മാറി എന്ന് പറഞ്ഞു. അത് വളരെയധികം വലിയ ഒരു റിസൾട്ടാണ്, ബാക്കിയുള്ള റിസൾട്ട് ആവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാറേ സമയമുണ്ട് ഇനി ഉണ്ട് പറയാൻ. പിന്നെ അടുത്ത് ഒരു ചേച്ചിക്ക് കൊടുത്ത, ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഇതുപോലെ ഷുഗർ ഉണ്ട്, പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ട്, ബൈപ്പാസ് ചെയ്ത ആളാണ്. പിന്നെന്താണ് ഈ കഴുത്ത് തുളച്ചിട്ട് ഇവിടെ ട്യൂബ് ഇട്ടേക്കാണ്. അപ്പൊ ആ ചേച്ചിയും ഇതുപോലെ ഇവിടെ ഒരു പ്രാവശ്യം വിദ്യാമാഡം വന്നിട്ട് പോകുന്ന സമയത്ത് കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ആ ചേട്ടന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മളത് ഏറ്റെടുത്താല് എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. വീണ്ടും ഒരു ടൈമില് വീണ്ടും കണ്ടുമുട്ടിയപ്പോ ചേച്ചി പറഞ്ഞൊന്ന് നിങ്ങൾ വന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളവിടെ ചെന്ന്, വിദ്യാമാഡം, വിനയ് സാറും ഞാനും ആയിട്ട് അവിടെ ചെന്ന്, രണ്ട് കാലും ഈ പൊട്ടിയിട്ട്, ഷുഗർ ഉള്ളത് കൊണ്ട് പൊട്ടിയിട്ട് 2 കാലും കെട്ടിവെച്ചേക്കാണ്. മുട്ടിന് താഴോട്ട് 2 കാലും ഡ്രസ് ചെയ്ത് വെച്ചേക്കാണ്. ആസ്റ്ററിലാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആസ്റ്ററിൽ അവർക്ക് ES ഇൻഷുറൻസ് എന്തോ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവര് ആസ്റ്ററിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തോണ്ട് ഇപ്പൊ നമ്മൾ ചെന്ന് ഞങ്ങള് പറഞ്ഞു ആദ്യം കാല്, അപ്പൊ ഈ ഹാർട്ടിന്റെ ഗുളിക കഴിക്കണോണ്ട് ക്രിയാറ്റിൻ കൂടുതലാണ്, 3 സംതിങ് ആണ് ക്രിയാറ്റിൻ നിൽക്കുന്നത്. അപ്പൊ ക്രിയാറ്റിൻ കൂടുതലുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും അന്നേരം അപ്പൊ കൊടുക്കാനും അദ്ദേഹത്തിന് പറ്റൂല. അങ്ങനെ നമ്മള് ചാമ്പിത്തൈലവും പൂണ്ട് ക്രീമും കൂടി കൊടുത്ത്, ഈ ചാമ്പിത്തൈലവും പൂണ്ട് ക്രീമും കൂടി മിക്സ് ചെയ്ത് കാലിൽ പുരട്ടാൻ പറഞ്ഞു.
അപ്പൊ അവർക്ക് ഈ ഇംഗ്ലീഷ് അലോപ്പതി ഗുളികകൾ ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട്. അതിനോടെ അവിടുന്ന് വാഷ് ചെയ്യാനും ഓയിൽമെന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൊണ്ട് പറ്റാത്തത് നമ്മുടെ ചെയ്തുകൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. അത് അത്രക്ക് ഇങ്ങനെ പൊട്ടി മണം വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ ഇത് കൊടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തായാലും ഒരു കാലയില് നമ്മൾ തരുന്നത് പറഞ്ഞിട്ട് ഒരു കാലയില് ആസ്ട്രേന്ന് കൊടുത്തതും പെട്ടെന്ന് അങ്ങനെ അവര് ചെയ്ത്. അപ്പൊ ഒരു കാലം ഉണങ്ങി തുടങ്ങി, നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്ത കാലം ഉണങ്ങി തുടങ്ങി. പിന്നെ മറ്റേ കാലം അതുപോലെ തന്നെ വെച്ചിട്ടേന് ഒരു കുറവുമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അപ്പൊ അദ്ദേഹത്തിന് ഈ കുഴലിട്ടേക്കണ കാരണം സൗണ്ട് ഇങ്ങനെ വരില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങള് 95 കൊടുത്തു, അത് കൊടുത്തു. പിന്നെ ഇതുപോലെ പിന്നെ ആശ്വാസ് കഫം ഇങ്ങനെ പോവാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങള് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ 95 കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് സൗണ്ട് വന്നു. ഓക്സിജൻ വായിലേക്ക് മൂക്കിൽ കൂടെ പോണില്ല, അതുകൊണ്ടാണ് ഈ സൗണ്ട് എടുക്കാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. വർത്താനം സംസാരിക്കാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ 95 കൊടുത്ത് ഒരു ബോക്സോളം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റി. അവർ ട്യൂബ് എടുത്ത് മാറ്റി, ഈ കുഴലിലിട്ടാണ് കഴുത്തിന്റെ അവിടെ ഇട്ടാണ് കുഴലെടുത്ത് മാറ്റി. അപ്പൊ അങ്ങനെ ഒരു നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാല് ഇതുപോലെ ഒരു കാല് പുറത്ത്. അപ്പൊ പിന്നെ അവർക്ക് വിശ്വാസമായി. പിന്നെ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ അദ്ദേഹം പറയാണ്, എന്റെ മലയാളം ശരിയായി, ഇംഗ്ലീഷ് ശരിയായിട്ടില്ല. അപ്പൊ ഒരു കാല് നമ്മൾ കൊടുത്ത ഒരു കാല് ഉണങ്ങി, മറ്റേ കാലം ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവര് രണ്ട് കാലയിലും പുരട്ടാൻ തുടങ്ങി. രണ്ട് കാലം ഇപ്പൊ ഉണങ്ങി നല്ലപോലെ ഇരിക്കണം. അതുപോലെ നമ്മൾ ഈ ക്രിയാറ്റിൻ കൂടുതൽ ആയതുകൊണ്ട് യൂറിഫ്ലഷ് ടാബ് കൊടുത്തിട്ടുണ്ടായി. അപ്പൊ പറ്റുന്ന അത്ര വെള്ളം കൊടുക്ക് യൂറിഫ്ലഷ് ടാബ് കൊടുത്ത്. അങ്ങനെ മറ്റേ ക്രിയാറ്റിന്റെ 3 സംതിങ് ഉള്ളത് 2 സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല റിസൾട്ടായി തോന്നുന്നു. പിന്നെ ന്യൂട്രിലൈഫ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്ട്രോക്കിന്റെ ഇടക്കിടക്ക് അത് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ന്യൂട്രിലൈഫ് കൊടുക്കുന്നോണ്ടിരിക്കണോണ്ട് സ്ട്രോക്ക് വരുന്നത് അത്ര കാര്യമാക്കാതെ മാറുന്നുണ്ട്. ചെറിയ രീതിയിൽ